ഇഷ്ടപ്പെട്ട വർക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെള്ളം എങ്ങനെയായിരുന്നു? മോശമായിരുന്നില്ലേ? വെള്ളം വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. അതായത് പൈപ്പ് ലൈൻ ആണെങ്കിലും നന്നായിട്ട് അഴുക്കൊക്കെ നന്നായിട്ടുള്ളത്. ടാങ്കിലെ വെള്ളമൊക്കെ നമ്മൾ കണ്ടായിരുന്നു കുറുക്കായിട്ട് വരണം. അതായത് ഭയങ്കര മോശം വെള്ളമാണ്. അത് കുടിവെള്ളമാണ് കൊടുക്കണമെങ്കിലും അത് കുടിക്കാൻ അനുയോജ്യമായ രീതിയിലല്ല ഇപ്പൊ വന്നത്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അങ്കമാലി മഞ്ഞപ്രയിലാണ്. മഞ്ഞപ്രയിലാണ് നമ്മുടെ സൈറ്റ്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം. വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാനാണ്. അത് നമ്മുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ്. അപ്പൊ അവരുടെ വീട്ടിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് വാട്ടർ ലൈൻ, അതാണ് ഇവിടുത്തെ സോഴ്സ് പൈപ്പ് വെള്ളം. അപ്പൊ പൈപ്പ് വെള്ളത്തിന് നമുക്ക് ശുദ്ധീകരിക്കേണ്ടത്. നന്നായിട്ട് അഴുക്കുണ്ട്, ബാക്കി ക്ലോറിൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ള ഒരു ടാസ്കാണ് നമുക്കുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെസൽ ഫിൽട്രേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ 1354 ഡാറ്റയുടെ വെസലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് മഴ ദിവസമാണെന്ന് കാരണം വർക്ക് എത്രത്തോളം സ്പീഡിൽ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് ഒന്ന് ചുരുക്കാൻ നോക്കാം. അപ്പോൾ വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ വീഡിയോയിലേക്ക് നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. ബൈ. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വെസൽ പിടിപ്പിക്കേണ്ടത്. ഈ ഇരിക്കുന്നത് ഇറങ്ങി വരുന്ന ലൈൻ, അതായത് ഈ വരുന്ന 1.5 ഇഞ്ചിന്റെ ഇറങ്ങി വരുന്ന ലൈനിലാണ് നമുക്ക് വെസൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കൂട്ടുകാരെ, നമ്മുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റി ആണ്ടത്. പിന്നെ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. വേഗം നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നമ്മുടെ വർക്കൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ബാക്ക് വാഷിലേക്ക് ഇട്ടേക്കാണ്. ബാക്ക് വാഷ് ഇപ്പോൾ അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് നമ്മൾ ഗട്ടറിലേക്കാണ്, ഇവിടെ പുറത്തേക്കൂടെ ഒരു കാണ പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ബാക്ക് വാഷിൻ്റെ ലൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്ക് വെള്ളത്തിലുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ റോ വാട്ടർ ടാങ്കാണിട്ടത്. അതായത് നമ്മുടെ പഞ്ചായത്ത് പൈപ്പ് ലൈനിൽ കൂടി വരുന്ന വെള്ളം കളക്ട് ചെയ്യുന്ന ടാങ്കാണിത്. ഈ ടാങ്കിൽ വന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഈ വെള്ളത്തിൽ എത്രത്തോളം അഴുക്കുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അഴുക്ക് വെള്ളത്തിനാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഫുള്ളി ടർബിഡാണ് വെള്ളം, നല്ല അഴുക്കുണ്ട്, ചെളി മയമാണ് വെള്ളം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാം നോർമലൈസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ ക്ലയൻറ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതിന്റെ ഇപ്പൊ നോർമൽ ഓപ്പറേറ്റിംഗ് മോഡിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന അഴുക്കിനെ പുറത്തേക്ക് കഴുകി കളയേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ബാക്ക് വാഷ്. ഇതിന് 3 മോഡാണ് ഉള്ളത്: ബാക്ക് വാഷ്, റിൻസ്, ഫിൽട്ടർ.
അപ്പൊ നമ്മൾ അഴുക്കിനെ കഴുകി കളയാൻ നേരത്ത് ഈ വാൽവിന്റെ ഇത് ഡയറക്ഷൻ തിരിച്ചിട്ട് ബാക്ക് വാഷിലേക്ക് കൊണ്ടുവന്നിടണം. ബാക്ക് വാഷിലേക്ക് ഇടുമ്പോഴാണ് ഇതിനകത്ത് അഴുക്കിനെ പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ആവുന്നത്. അത് ഈ ഒരു പൈപ്പ് വഴിയാണ്. ബാക്കിൽ നമ്മളുടെ ഡ്രെയിനിന്റെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നേരെ നമ്മളുടെ ഗട്ടറിലേക്കാണ് പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഗ്രാവിറ്റി പ്രഷറിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വാൽവ് ഔട്ട്ലെറ്റ് വാൽവ് അങ്ങനെ അടയ്ക്കാം. ഔട്ട്ലെറ്റ് വാൽവിനെ അടയ്ക്കാം. എന്നിട്ട് ഇത് ഇൻലെറ്റ് വാൽവ് എപ്പോഴും ഓപ്പൺ തന്നെ ആയിരിക്കുമല്ലോ. അത് ഓപ്പൺ വെച്ചാലാണ് നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ വാൽവിനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് നേരെ നമ്മളുടെ ബാക്ക് വാഷ് മോഡിലേക്ക് കൊണ്ടുവന്നിടണം. പ്രസ് ചെയ്യാം, തിരിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബാക്ക് വാഷ് മോഡിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ ബാക്ക് വാഷ് സ്റ്റാർട്ടായി. ഗ്രാവിറ്റിയിൽ ഇപ്പൊ ബാക്ക് വാഷ് സ്റ്റാർട്ടായി. ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി ഫിൽറ്ററിൽ വന്ന് ബാക്ക് വാഷ് ഈ പൈപ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്, ബാക്ക് വാഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സാമ്പിൾ വാൽവ് ഒന്ന് തുറന്നു വെച്ചേക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ മോഡുകൾ മാറ്റുമ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും വെള്ളം ഇതുപോലെ ചാടി വരും. ആ സമയത്ത് എന്തെങ്കിലും അഴുക്കുകൾ വരുന്നുണ്ടെങ്കിൽ നേരിട്ട് അത് ഡ്രെയിൻ ഔട്ട് ആയിക്കോളും. പുറത്തേക്ക് രണ്ട് പർപ്പസ് ആണ്. നമുക്ക് നമ്മുടെ വെസലിന്റെ ഔട്ട് എന്താണ് ക്വാളിറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും എക്സസ് ആയിട്ട് വരുന്ന അഴുക്കിനെ നമുക്ക് പുറത്തേക്ക് കളയാനാണ് തുറന്നു നോക്കുന്നത് ബാക്ക് വാഷ് ടൈമിൽ. അത് കഴിഞ്ഞ് ബാക്ക് വാഷ് കഴിഞ്ഞ് നോർമലൈസ് ചെയ്യുമ്പോൾ അത് അടച്ചു ചെയ്യാൻ മതി. ഇപ്പൊ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണത് ഉദാഹരണത്തിന് 10 മിനിറ്റ് ആണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഉദാഹരണ ടൈം ആണ് 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് കൊണ്ട് ചെളി പോകണമെന്നില്ല, ചിലപ്പോൾ അതിന് മുന്നേ പോകാം. ചിലപ്പോൾ അതാണ് ഞാൻ ഉദാഹരണ ടൈം പറഞ്ഞത്. ചിലപ്പോൾ 10 മിനിറ്റിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ ചെളി പോകണം. അപ്പൊ ആ ടൈം ഡ്യൂറേഷൻ നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം അടുത്ത മോഡിലേക്ക് തിരിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ 10 മിനിറ്റ് ആണ് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഹോസ്പിറ്റൽ വെള്ളം ഗട്ടറിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ബാക്ക് വാഷ് 10 മിനിറ്റ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേർപകുതി സമയം, അതായത് 5 മിനിറ്റ് റിൻസിലേക്ക് കൊടുക്കുക. ഈ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ സംഭവം ബാക്ക് വാഷ് ഇട്ടതിന് ശേഷം റിൻസിലേക്ക് കൊടുക്കുക. ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 10 മിനിറ്റ് ആണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണതെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ട്, അതായത് 10 മിനിറ്റ് ഉദ്ദേശിക്കുന്ന ചെളിയ 10 മിനിറ്റ് പോകണം. ഇപ്പൊ 10 മിനിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന്. അപ്പൊ 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് നേർപകുതി സമയം ഇതിന് കൊടുക്കാം, റിൻസിന് കൊടുക്കാം. ഈ ബാക്ക് വാഷ് എന്ന് പറയുമ്പോൾ ഇളക്കി മറിച്ചിട്ട് പുറത്തേക്ക് അഴുക്കിനെ കളയുന്ന ഒരു പ്രൊസീജിയറാണ് ബാക്ക് വാഷ്. ഈ ഇളക്കി മറിച്ച ബെഡിനെ സീറ്റിംഗ് ആക്കുന്ന പരിപാടിയാണ് റിൻസ്. അപ്പൊ ബാക്ക് വാഷ് നമ്മൾ 10 മിനിറ്റ് ആണ് ചെയ്യണമെങ്കിൽ നേർപകുതി സമയം റിൻസി കൊടുക്കാം. അപ്പൊ നമ്മൾ നേരെ ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് ബാക്കിലോട്ട് വന്ന് നേരെ റിൻസിലേക്ക് ആവാം. അപ്പൊ അതേ കണ്ട കുറച്ച് വെള്ളം പോകണ്ട, അതെന്തെങ്കിലും എക്സസൈസ് ആയിട്ട് വരുന്നതാണ് ചാടി പോകും. അത് അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിലത് കെട്ടിക്കിടക്ക് നമ്മൾ ഔട്ട്ലെറ്റ് വാൽവ് തുറക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ലൈനിലേക്ക് വരും. കേട്ടോ. അപ്പൊ റിൻസ് 5 മിനിറ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ റിൻസിലേക്ക് ഇടല്ലോ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞെങ്കിൽ റിൻസിലേക്ക് ഇടാം. റിൻസ് നമ്മൾ നേർപകുതി സമയം 5 മിനിറ്റ് കൊടുക്കാം. അപ്പൊ ആ 5 മിനിറ്റും കഴിഞ്ഞെന്ന് വിചാരിക്കാം. റിൻസിന്റെ ടൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിഞ്ഞല്ല. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രസ് ചെയ്തിട്ട് തിരിച്ച് നേരെ നമ്മുടെ ഫിൽറ്ററിലേക്ക് ഇടാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ടായി. പ്രൊഡക്റ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് അടയ്ക്കാം. ഇത് അടയ്ക്കാം. കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല, അടച്ചോ. അടച്ചിട്ട് നമ്മുടെ ഈ വാൽവ് ഔട്ട്ലെറ്റ് വാൽവ് തുറക്കാം. സിസ്റ്റം നോർമലായി. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. ബാക്ക് വാഷിംഗ് പ്രൊസീജിയർ. ഇത് നമ്മൾ ആഴ്ച നമ്മള് ഈ സമയത്ത് ഇത് മാത്രം അടയ്ക്കാം. ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് ഈ മോഡുകൾ തിരിച്ചിട്ട് ഓരോ മോഡുകളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ. ഇത് ഗ്രാവിറ്റി ബാക്ക് വാഷ്. ഇനി നമ്മൾ പ്രഷർ ബാക്ക് വാഷിന് വേണ്ടിയും ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ഗ്രാവിറ്റി പ്രഷറിൽ അഴുക്ക് പോകാത്തൊരവസ്ഥ വരുമ്പോ നമുക്ക് പമ്പ് വെച്ചിട്ട് പ്രഷറിൽ ഈ അഴുക്കിനെ കളയാവുന്ന ഒരു പരിപാടിയാണ് പ്രഷർ ബാക്ക് വാഷ്. ആ സമയത്ത് നമ്മൾ ഈ വാൽവ് അടയ്ക്കും. ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇല്ലറ്റ് വാൽവ് അടയ്ക്കും. അതല്ലെങ്കിൽ ഇത് നമ്മൾ തുറക്കാൻ തിരിച്ച് ഈ വഴിയും കയറി പോകും വെള്ളത്തിലോട്ട്. ഇത് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഇത് അടച്ചിട്ട് ഇത് തുറക്കാം. ഇത് തുറന്നിട്ട് പിന്നെ മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ആ പഴയ സെയിം പ്രൊസീജിയർ തന്നെ ബാക്ക് വാഷ്. പിന്നെ നമുക്ക് ഇത് അടയ്ക്കണം കേട്ടോ. അടയ്ക്കേണ്ടത് അടച്ചു തന്നെ കൊടുക്കണം. നിലവിൽ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പൊ ആവശ്യമില്ല. തുറക്കേണ്ട ആവശ്യമില്ല. ഇല്ലില്ല, അത് നമുക്ക് ഇവിടത്തേക്ക് തന്നെ വരത്തുള്ളൂ. പ്രഷർ എന്തെങ്കിലും പകുതി മേലോട്ട് പോകണമെങ്കിൽ മാത്രം അതിനെ അടച്ചിട്ട് പ്രഷറിനെ ഫുൾ ടോട്ടൽ എടുക്കേണ്ടത്. അപ്പൊ നിലവിൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആ സമയത്ത് വേണമെങ്കിൽ മാത്രം കൺട്രോൾ വാൽവായിട്ട് കൊടുക്കാം. മോട്ടോറുള്ള ഈ ക്ലീനിങ്ങിന്റെ സമയത്ത് ഇത് തുറന്നിട്ടുണ്ടല്ലേ? ഇല്ല, അതിപ്പോ നിലവിൽ തുറന്നിട്ടാലും മേലോട്ട് കയറൂല വെള്ളം. ഇത്ര ഹൈറ്റോട്ട് മേലെ കയറുന്നതിന് മുന്നേ ഇവിടെ അതിനകത്ത് വരും വെള്ളം. കാരണം ഇത്ര നിയർ ബൈ ആയിട്ട് താഴ്ത്തലിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എവിടേക്കാണ് പ്രഷർ ആദ്യം കയറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറാനുള്ള ഒരു എക്സസ് ഉള്ളത് അവിടേക്ക് വെള്ളം പോകുള്ളൂ. ഇത്രയും മേലോട്ട് കയറി അങ്ങനെ പോകില്ല. അതായത് നല്ല ഹെവി പമ്പാണെങ്കിൽ ഓക്കെ, അത്ര വലിയ പമ്പൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അത് ഇറക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓപ്ഷൻ ഇട്ടുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പമ്പ് മാറേണ്ട സമയത്ത് അല്ല എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടോട്ടലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എടുക്കാൻ സമയത്ത്
അപ്പൊ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും പോയി ആ പമ്പ് അല്ല ഹെവി പമ്പാണെങ്കിൽ. ഓക്കെ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാം മുൻകൂട്ടി ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് സംശയം, ഇപ്പൊ നമ്മൾ ഇത് ശരിക്കും പഴയ പൈപ്പിൽ തന്നെ വെള്ളമുള്ള, അതായത് നമ്മുടെ പുറത്തുനിന്ന് നേരിട്ട് വരുന്ന വെള്ളം നമ്മൾ ഇടയ്ക്ക് ക്ലോസ് ചെയ്തിരിക്കുക, വെള്ളം വരാതിരിക്കും. ഇതിലേക്ക് കയറൂല, നേരിട്ട് നമ്മുടെ ടാങ്കിലേക്ക് പോകും. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന വെള്ളവും ലൈനും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്ത് അറിയാൻ പറ്റും. ഈ ലൈൻ നേരെ മേലോട്ട് പോകുന്നതാണ്. പ്രഷർ ഉള്ള സമയത്ത് മേലെ ഓട്ടോമാറ്റിക് ആയിട്ട് പോയി ടാങ്കിൽ നിന്ന് അറിയും. ഒന്നും ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിറഞ്ഞോളൂ. അതിപ്പോ പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടി തന്നെ ആ പ്രഷർ കുറവിനനുസരിച്ചിട്ട് ഇവിടെ വന്നത് സേവ് ആവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നിലവിൽ ഇപ്പൊ അടച്ചു വെക്കണം, മോട്ടറിന്റെ ആവശ്യമില്ല. ഇത് നമ്മളുടെ മേലേന്ന് തന്നെ തുറന്നു നോക്കാം. അപ്പൊ നേരിട്ട് നമ്മൾ ഫിൽറ്ററിൽ വന്ന് ഫിൽറ്റർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് വന്നിട്ട് നേരിട്ട് ഇതും തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ലൈൻ ചാർജ് ആയി. ഓക്കെ കേട്ടോ, ഇതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഇത് വിത്തൗട്ട് ഫെയിൽ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ ബെഡ് നമുക്ക് ഡാമേജ് വരും. കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇത്രേ ഉള്ളൂ ബാക്ക് വാഷിംഗ് കേസ്. അപ്പൊ കൂടെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ വർക്ക് കൂടെ കഴിഞ്ഞോട്ടോ. 13-54 ടാറ്റയുടെ വെസൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ പ്ലംബിംഗ് ലൈനിന്റെ വർക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ചാർജ് ചെയ്ത് ഇപ്പൊ ലൈൻ ഇപ്പൊ ലൈവാണ് ഇപ്പൊ. അപ്പൊ നമ്മള് ഗ്രാവിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ നേരത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. നമുക്ക് നന്നായിട്ട് അഴുക്കുണ്ട്, അതായത് കലങ്ങി മറിഞ്ഞാണ് വെള്ളം വരുന്നത്. പൈപ്പ് ലൈനാണ്, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ വാട്ടർ ലൈൻ ആണെങ്കിലും നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പൊ ആ വെള്ളത്തിനെയാണ് നമ്മളിപ്പോ ഈ ക്ലിയർ ആക്കി എടുത്തേക്കുന്നത്. വർക്കെല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ സാമ്പിൾ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. പ്രഷറിനൊന്നും യാതൊരുവിധ വ്യത്യാസമില്ല കേട്ടോ. പ്രഷർ നല്ല അടിപൊളി പ്രഷർ ഉണ്ട്. അപ്പൊ സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, സാമ്പിൾ ഇത്രയും ക്ലിയർ ആയിട്ട് സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ ധനീഷേന്റെ കൂടെ ഇപ്പുണ്ട്. ധനീഷേനോട് ചോദിച്ചു നോക്കാം നമ്മുടെ വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തോടെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ധനീഷേട്ടാ പോയോ, നമ്മുടെ വർക്ക് കഴിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ നോക്കിയോളൂ, നമ്മളെ ക്യാമറയിലോട്ട് നോക്കി സംസാരിച്ചോളൂ. അപ്പോ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട വർക്ക്? ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെള്ളം എങ്ങനെയായിരുന്നു? മോശമായിരുന്നില്ലേ? വെള്ളം വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. അതായത് പൈപ്പ് ലൈൻ ആണെങ്കിലും നന്നായിട്ട് അഴുക്കൊക്കെ നന്നായിട്ടുള്ളത്. ടാങ്കിലെ വെള്ളമൊക്കെ നമ്മൾ കണ്ടായിരുന്നു കുറുക്കായിട്ട് വരണം. അതായത് ഭയങ്കര മോശം വെള്ളമാണ്. അത് കുടിവെള്ളമാണ് കൊടുക്കണമെങ്കിലും അത് കുടിക്കാൻ അനുയോജ്യമായ രീതിയിലല്ലേ ഇപ്പൊ. അപ്പൊ നമ്മളിപ്പോ അതിനെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ സംഭവം കണ്ടല്ലോ അല്ലേ? സാമ്പിളൊക്കെ എടുത്ത് നോക്കില്ലേ? ഞാൻ ഒരു സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. എങ്ങനെയായിരുന്നു ആ കുറുക്ക് വെള്ളം എങ്ങനെയാണ് എടുത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ ചെയ്തിടത്തോളം? അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.